CPM 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ സമാപിച്ചു. ആവേശഭരിതമായ റെഡ് വോളണ്ടിയർ മാർച്ചോടെയായിരുന്നു സമാപന സമ്മേളനം. പാർട്ടി ജനറൽ സെക്രട്ടറിയായി MA ബേബിയെ മധുരയിൽ ചേർന്ന 24-ാം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത വിവരങ്ങളുമായി M സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇടത് ഭരണത്തിലൂടെയാണ് കേരളം ഇന്ന് കാണുന്ന നിലയിലെത്തിയത്. അപ്പോൾ 24-ാം പാർട്ടി കോൺഗ്രസ് പുതിയ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാകും. അങ്ങനെ ഇടതുഭരണത്തെ എത്രത്തോളം കരുത്തുറ്റതാക്കാമോ ആ നിലയിൽ ഒരു സംഘടനാ വൈഭവം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയല്ലേ? തീർച്ചയായും വർഷ പാർട്ടിയെ കരുത്തോടെ മുന്നോട്ട് നയിക്കാനുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമായാണ് 24-ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ സമാപനമായത്. മധുരൈ നഗരത്തെ ചെങ്കടലാക്കിയ ചുവപ്പ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും അതോടൊപ്പം തന്നെ പൊതുസമ്മേളനത്തോടു കൂടിയാണ് സമ്മേളനത്തിന് പരിസമാപ്തിയായിട്ടുള്ളത്. പൊതുസമ്മേളനം അല്പസമയം മുമ്പ് സമാപിച്ചു. പൊതുസമ്മേളനത്തിൽ സംസാരിച്ച ജനറൽ സെക്രട്ടറി MA ബേബി ചൂണ്ടിക്കാട്ടിയത് പാർട്ടിയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കുകയും രാജ്യത്താകമാനം പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തും ലോകത്ത് ഉൾപ്പെടെ കമ്മ്യൂണിസം കൂടുതൽ ശക്തി ആർജിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിൽ ഇന്ന് കാണുന്ന മാറ്റങ്ങളെല്ലാം ഉണ്ടായത് ഇടതുഭരണത്തിലൂടെയാണെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. അതേസമയം തന്നെ ഈ പൊതുയോഗത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രിയും CPIM TB അംഗവുമായ പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയത് രാജ്യത്ത് വർഗീയ ഭിന്നിപ്പുണ്ടാക്കുന്ന RSS അജണ്ടയെ തുറന്നു കാണിച്ചുകൊണ്ടായിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംഘപരിവാർ നടത്തുന്നതെന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അതിന്റെ ഭാഗമായി തന്നെ ക്രിസ്ത്യാനികൾക്കിടയിൽ മുസ്ലിം വിരോധം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച് സിനിമകൾക്കെതിരെ വരെ ആക്രമണവും സെൻസറിംഗും നടത്തുന്ന കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ നയങ്ങളാണ് സംഘപരിവാർ നടപ്പിലാക്കുന്നതെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കെതിരായാണ്, മുസ്ലിം ജനസമൂഹത്തിനെതിരായാണ് വഖഫ് ബില്ല് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കഴിഞ്ഞ ദിവസം RSSന്റെ മുഖമാസികയായിട്ടുള്ള ഓർഗനൈസറിൽ ചൂണ്ടിക്കാണിച്ച കാര്യം ക്രിസ്ത്യൻ കത്തോലിക്ക സഭയ്ക്കാണ് മറ്റാരേക്കാളും ഭൂസ്വത്തുള്ളത് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമുണ്ടായിരുന്നു. അത് പിന്നീട് പിൻവലിക്കപ്പെട്ടെങ്കിലും എന്താണ് സംഘപരിവാറിന്റെ മനസ്സിലിരിപ്പ് എന്നുള്ളത് തുറന്നു കാട്ടുന്ന ലേഖനമായിരുന്നു അതെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഈ രീതിയിൽ കടുത്ത ഭിന്നിപ്പിന്റെയും അതോടൊപ്പം തന്നെ ഈ വർഗീയതയുടെയും രാഷ്ട്രീയവുമായി തീവ്ര ഹിന്ദുത്വം മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ 24 പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ കരുത്തു പകരുമെന്നാണ് പിണറായി വിജയനും ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ PB അംഗം രാഘവലും വൃന്ദാക്കാരാട്ട് ഉൾപ്പെടെയുള്ളവരും സംസാരിക്കുകയുണ്ടായി. എല്ലാവരും ഈ പ്രധാനമായും കൂടുതൽ കരുത്തുറ്റ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും ഈ പൊതുസമ്മേളനത്തോടുകൂടി 5 ദിവസമായി മധുരയിൽ ചേരുന്ന 24-ാം പാർട്ടി കോൺഗ്രസിന് കൊടിയിറങ്ങിയിരിക്കുകയാണ്. പാർട്ടിയെ അടുത്ത 3 വർഷം മുന്നോട്ട് നയിക്കേണ്ടതിന്റെ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള ദിശാബോധം പകർന്നു നൽകിക്കൊണ്ടാണ് 24-ാം പാർട്ടി കോൺഗ്രസിന് കൊടിയിറങ്ങിയത്. വർഷം മറ്റൊരു കാര്യം കൂടിയുണ്ട് സന്തോഷ്. ഇവിടെ നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുന്ന ഒരു കാര്യമുണ്ട്. സംഘപരിവാർ രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ചെങ്കൊടിത്തണലിലേക്ക് എത്തുക. ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മതേതരത്വ പാർട്ടിയായി CPM എന്നും നിലകൊള്ളും എന്നുള്ളൊരു ഉറപ്പ് അത് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടാകുന്നുണ്ട്. സന്തോഷം. തീർച്ചയായും അതുതന്നെയാണ് പാർട്ടി കോൺഗ്രസ് ആഴത്തിൽ വിലയിരുത്തിയ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നതും അതുതന്നെയാണ്. സംഘപരിവാർ കടുത്ത വർഗീയ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകത തന്നെയാണ് അടിവരയിടുന്നത്. കർഷകരുടെയും തൊഴിലാളികളുടെയും ന്യൂനപക്ഷത്തിന്റെയും ദളിത് വിഭാഗങ്ങളുടെയും ഒപ്പം ചേർന്നുകൊണ്ട് പോരാട്ടം സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതക്ക് അടിവരയിടുന്ന രാഷ്ട്രീയ പ്രമേയം തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ BJPയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് CPIMന്റെ 24-ാം പാർട്ടി കോൺഗ്രസും മുന്നോട്ട് വച്ചിട്ടുള്ളത്. CPIMന്റെ സ്വതന്ത്ര ശക്തിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു മതേതര ജനാധിപത്യ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള നയസമീപനമാണ് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി 3 വർഷക്കാലം ഈ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെയും സംഘടനാ റിപ്പോർട്ടിന്റെയും ഉൾപ്പെടെയുള്ള നയങ്ങളുമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്.
അവിടെ ഈ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞൊരു ഉറപ്പുണ്ട്. പൊതുമേഖലയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പാർട്ടി എത്തും. മാത്രമല്ല, കേരളത്തിൽ ഇടതു ഭരണം ഉള്ളിടത്തോളം കാലം ആരും തെരുവിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിട്ടുണ്ട്. സന്തോഷം. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ പാർട്ടി കോൺഗ്രസ് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇടതു സർക്കാർ എന്ന് പറയുന്നത് ബദൽ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരാണ്. ആ സർക്കാരിനെ താങ്ങി നിർത്തേണ്ടതിന്റെയും അതിന്റെ കരുത്തു പകരേണ്ടതിന്റെയും ആവശ്യകതയെ സംബന്ധിച്ച് പാർട്ടി കോൺഗ്രസ് പരാമർശിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടിയ വിഷയം എന്ന് പറയുന്നത്. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള നയങ്ങളാണ് കേരളത്തിലെ LDF സർക്കാർ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. അതിദാരിദ്ര്യത്തെ ഇല്ലാതാക്കാനും അതോടൊപ്പം തന്നെ കിടപ്പാടം ഒരുക്കാനും പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണുള്ളത് എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിൽ തീവ്ര വലതുപക്ഷം നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ അതിൽ നിന്നും വിഭിന്നമായിക്കൊണ്ടുള്ള ബദൽ നയങ്ങളുമായി, ജനകീയ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ LDF സർക്കാർ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്ന സമീപനം കേന്ദ്രം തുടരുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളം തുടരുന്നത് എന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടി. അത്തരത്തിൽ ഈ കേരളത്തിലെ സർക്കാർ, ഇടതു സർക്കാർ, ഇന്ന് രാജ്യത്ത് ഇടതു സർക്കാരുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളമാണ് ഈ വലിയ BJPയുടെ വെല്ലുവിളികളെ അതിജീവിച്ച് ആ നയങ്ങൾക്ക് ബദൽ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാര്യം കൂടിയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. സന്തോഷ്. മധുരയെ ആവേശക്കടലാക്കി മാറ്റിയ 24ാം പാർട്ടി കോൺഗ്രസ് സമാപിക്കുമ്പോൾ ഇടതു പാർട്ടി നൽകുന്ന ചില ഉറപ്പുകളുണ്ട്. വർഗീയതയ്ക്കെതിരെ പോരാടും, സംഘപരിവാറിന്റെ മതധ്രുവീകരണത്തിനെതിരെ അടക്കം പോരാടും. അങ്ങനെ ആ നിലയിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഘടനാ വൈഭവം അടക്കം മുൻപോട്ട് വെച്ചുള്ള ഒരു 24ാം പാർട്ടി കോൺഗ്രസ്. അത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ എല്ലാം കടന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇവിടെ വെളിവാകുന്നത് പാർട്ടിയുടെ സംഘടനാ വൈദഗ്ധ്യം തന്നെയാണ്. വിവരങ്ങളാണ് സമ്മേളന നഗരിയിൽ നിന്നും M. സന്തോഷ് നൽകിയത്.